കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കടുത്ത നടപടിയിലേക്ക് നഴ്സിംഗ് കൗൺസിൽ. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കും. അതേസമയം കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം വീണ്ടെടുത്തു. പീഡനത്തിന് ഉപയോഗിച്ച കത്തിയും ഡംബലുകളും ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കോളേജിലേക്ക് AISF-ഉം BJP-യും നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. സാമുവൽ, വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ എന്നിവർക്കെതിരെയാണ് നടപടി. കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല. അത്തരം ആൾക്കാർ നഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കോളേജ് ഹോസ്റ്റലിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പീഡനത്തിന് ഉപയോഗിച്ച കത്തി, ഡംബൽ, കോമ്പസ് എന്നിവ കണ്ടെടുത്തു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ജുഡീഷ്യറിയുടെ ഒരു മേൽനോട്ടത്തിൽ വേണം ഈ അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ ഈ അന്വേഷണം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുത്തു പോകും. തെളിവുകൾ ഇല്ലാതാക്കാനും അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വലിയ ഗൗരവതരമല്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമം നടത്തുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് എന്ത് സംരക്ഷണം ഉണ്ടാകുന്നത്? പ്രതികളായ SFI നേതാവിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. കുറ്റക്കാരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന V. ശിവൻകുട്ടി. ചിലപ്പോൾ ഒറ്റതിരിഞ്ഞോ മറ്റോ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ നമുക്ക് കഴിയുള്ളൂ. അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും. കോളേജിന്റെ വീഴ്ച ആരോപിച്ച് AISF-ഉം AYF-ഉം കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.